വായപ്പുണ്ണ്. ഇന്ന് പല ആളുകളും പ്രയാസപ്പെടുന്നൊരു സംഗതിയാണ് വായപ്പുണ്ണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായപ്പുണ്ണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് ചിലപ്പോൾ ചില ആളുകൾ എന്തെങ്കിലും മെഡിസിനൊക്കെ എടുക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം വരും. പക്ഷേ അത് റീകറൻ്റ് ആയിട്ട് ഇങ്ങനെ ഒരു കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആവാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ചിലപ്പോൾ അത് ഒരു റെഡിഷ് ആയിട്ട് ചുവന്നിട്ട് വായുടെ ചില ഭാഗങ്ങളിലൊക്കെ ഇത് കാണാം. ചിലപ്പോൾ ത്രോട്ട്സ് ഭാഗത്തായിരിക്കും, ചില ചീക്കിൻ്റെ ഭാഗത്തൊക്കെ ആയിരിക്കും കൂടുതലുണ്ടാവുക. ചിലപ്പോൾ ചില ആളുകൾക്ക് അതൊരു ചെറിയൊരു സൂപ്പർഫിഷ്യലി ചെറിയൊരു വൈറ്റിഷ് ആയിട്ടുള്ള ഒരു ലെയർ പോലെയൊക്കെ ആയിട്ട് കാണും. ചില ആളുകൾക്ക് ഡീപ്പായിട്ട് തന്നെ നല്ല പെയിൻഫുള്ളായ കണ്ടീഷനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വായപ്പുണ്ണ് ഇങ്ങനെ കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആവാത്തത്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് നോക്കണം. കാരണം ഇന്ന് വരുന്ന പല കേസുകൾ ചിലപ്പോൾ അത് മൈഗ്രെയിൻ്റെ കേസായിരിക്കും, അല്ലെങ്കിൽ ഒരു അസിഡിറ്റിൻ്റെ കേസായിരിക്കും, അല്ലെങ്കിൽ പൈൽസിൻ്റെ കേസായിരിക്കും. അങ്ങനെയുള്ള ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള പല ക്രോണിക് കേസുകൾ, ക്രോണിക് ആയിട്ടുള്ള പല അസുഖങ്ങളുള്ളവർക്കും പ്രൈമറിലി അവർക്ക് തുടങ്ങില്ല, അല്ലെങ്കിൽ ഒരു അടയാളം പലപ്പോഴും ഈ പറയുന്ന ഉണങ്ങാത്ത അല്ലെങ്കിൽ സമ്പൂർണ്ണമായിട്ട് മാറാത്ത വായപ്പുണ്ണ് പലപ്പോഴും അവരിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ എന്താണ് വായപ്പുണ്ണ് എന്നുള്ളതും എന്തുകൊണ്ടാണ് ഇതിങ്ങനെ റിക്കറൻ്റ് ആയിട്ട് വരുന്നത്, ഇതിന് വേറെ എന്തെങ്കിലും റീസൺസ് ഉണ്ടോ, ഇതെങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ കഴിയും, ഇത് സീരിയസ് ആണോ എന്നുള്ളത് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, QNB ഹോസ്പിറ്റൽ. ഈ വായ്പുണ്ണ് എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പല ആളുകളും പല തരത്തിലുണ്ടായിരിക്കും. ചില ആളുകൾക്ക് ഒരു റെഡിഷ് നല്ല ചുവന്നിട്ട് എന്ത് ചെയ്യും, ഒരു നല്ല റെഡ് കളറായിട്ട് ചീക്കിലോ അല്ലെങ്കിൽ ത്രോട്ടിൻ്റെ ഒരു സൈഡിലൊക്കെ ആയിട്ടുണ്ട്. ചിലപ്പോൾ അതൊരു ടോൺസിലൈറ്റിസ് ആയിട്ട് പല ആളുകളും തെറ്റിദ്ധരിക്കാറുണ്ട്. രണ്ടാമത് ഒരു ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഷാലോ ആയിട്ട് കൂടുതൽ ഡീപ്പിലേക്ക് പോകാത്ത തരത്തിലൊരു വൈറ്റ് കളറിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ ചീക്ക് ഭാഗത്ത് കൂടുതൽ കാണാൻ കഴിയും. മൂന്നാമത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ല ഡീപ്പായിട്ടുള്ള, ചിലപ്പോൾ അതൊരു വൈറ്റ് കളറായിരിക്കും, ചിലപ്പോൾ അതൊരു ചെറിയൊരു ഡാർക്ക് കളറൊക്കെ ആയിട്ട് വരാൻ ചാൻസുകളുണ്ട്, അത് കൂടുതൽ ക്രോണിക് കണ്ടീഷനിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അൾസർ ഉണ്ടാകാൻ കാരണം? അതിന് പല കാരണങ്ങൾ ഉണ്ട്. ഈ ഒരു ഇടയ്ക്കിടയ്ക്ക് വരുന്നതിനുള്ള ഒരു പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്ന് ഡെഫിഷ്യൻസി സിംറ്റം ആയിട്ടാണ്. അതായത് ശരീരത്തിൽ ഉണ്ടാകേണ്ട പല സംഗതികൾ, ശരീരത്തിൽ നമുക്കറിയാം ഫോസ്ഫറസ്, വൈറ്റമിൻസ്, മിനറൽസ്, കാൽസ്യം, സിങ്ക്, സെലീനിയം, ഫോളിക് ആസിഡ്, അമിനോ ആസിഡ്, അങ്ങനെ പല സംഗതികൾ നമ്മുടെ ശരീരം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാകൽ നിർബന്ധമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻസൈം പ്രൊഡക്ഷനുകൾ, ദഹനക്കേടുകൾ, അങ്ങനെ പല അസ്വസ്ഥതകളും പല അസുഖങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പറയുന്ന അൾസർ അല്ലെങ്കിൽ മൗത്ത് അൾസർ ഉണ്ടാകാനുള്ള ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡെഫിഷ്യൻസി സിംറ്റമാണ്. പ്രത്യേകിച്ച് വൈറ്റമിൻ B12 കുറവുള്ളവർക്ക് ഇത് കൂടുതലായിട്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ വൈറ്റമിൻ B12 ആളുകളും എടുക്കുന്ന സമയത്ത് ഇത് ക്യൂറബിൾ ആകും, പെട്ടെന്ന് മാറുകയും ചെയ്യും. പക്ഷേ അത് ഒരു ലിമിറ്റഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വരികയും ചെയ്യാറുണ്ട്. അപ്പോൾ അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ വൈറ്റമിൻ B12 ഒരു റീസണാണ്. അതിൻ്റെ കൂടെ തന്നെ സിങ്ക് ഒരു റീസണാണ്. അതുപോലെ അയൺ അളവ് നന്നായിട്ട് കുറവുണ്ട്, രക്തത്തിൻ്റെ അളവൊക്കെ നന്നായിട്ട് കുറവാണ്. തലചുറ്റലൊക്കെ ഉള്ള ആളുകൾക്ക്, ക്ഷീണം കൂടുതൽ ആളുകൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ അയണിൻ്റെ കുറവ് കാരണമായിട്ടും ഈ പറഞ്ഞിട്ടുള്ള മൗത്ത് അൾസർ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകും. നമ്മൾ എന്തെങ്കിലും കഴിക്കുന്ന സമയത്ത് അതിൽ ചെറിയ മാറ്റം ഉണ്ടാവും, പക്ഷേ അത് റിക്കറൻ്റായിട്ട് വന്നുകൊണ്ടേയിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഫോളിക് ആസിഡിൻ്റെ അളവിലൊക്കെ നല്ല കുറവുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ചില കണ്ടീഷനിൽ നമ്മൾ വൈറ്റമിൻ B12 ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കും, അല്ലെങ്കിൽ അയൺ കൂടുന്നതിനുള്ള ഭക്ഷണങ്ങൾ കഴിക്കും, പക്ഷേ ഈ പറയുന്ന അസുഖം മാറില്ല, അല്ലെങ്കിൽ അയണിൻ്റെ അളവ് മാറ്റം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ വൈറ്റമിൻ നോർമലിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലോങ് ടൈം നമുക്ക് അങ്ങനെയുള്ള മെഡിസിൻ എടുക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ വൈറ്റമിൻ്റെ മെഡിസിനൊക്കെ എടുക്കേണ്ടി വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അങ്ങനെയുള്ള ആളുകളുടെ അബ്ഡോമൻ അല്ലെങ്കിൽ ഡൈജഷൻ ഒരു പ്രോപ്പർ ആയിരിക്കില്ല. നമ്മൾ കഴിക്കുന്ന സംഗതികൾ ദഹിച്ചിട്ട് ശരീരം ആഗിരണം ചെയ്തിട്ട് എന്ത് ചെയ്യണം, ശരീരത്തിൽ നോർമൽ ലെവലിലേക്ക് എത്തണം. അപ്പോൾ അത് നമ്മൾ കഴിക്കലോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നില്ല, അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിലെത്തുന്നില്ല. അത് കഴിച്ചതിന് ശേഷം ഈ ദഹനം നടന്ന് ശരിയായ രീതിയിൽ ദഹനം നടന്ന് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, അത് ബോഡി അബ്സോർബ് ചെയ്യണം, ബ്ലഡിലേക്ക് എത്തണം. ബ്ലഡിലേക്ക് എത്തുമ്പോഴാണ് അതിൻ്റെ അളവ് ശരിയായ രീതിയിൽ എത്തുന്നത്. അപ്പോൾ നമ്മളൊരു അയൺ ടാബ്ലറ്റ് എപ്പോഴും എടുത്തത് കൊണ്ട് അയണിൻ്റെ അളവ് കൂടണമെന്നില്ല, അല്ലെങ്കിൽ വൈറ്റമിൻ B12 വൈറ്റമിൻസ് എടുത്തത് കൊണ്ട് ഈ പറഞ്ഞതിൻ്റെ അളവ് കൂടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞതുപോലെയുള്ള കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ, അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് പലപ്പോഴും ഇങ്ങനെയുള്ള ഡെഫിഷ്യൻസി സിംറ്റംസിൻ്റെ കേസിൽ ടാബ്ലറ്റ് എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് ദഹനം ശരിയായി നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് നോക്കണം. അപ്പോൾ ഈ ഡെഫിഷ്യൻസി സിംറ്റമാണ് ഈ പറഞ്ഞിട്ടുള്ള ഒന്നാമത് കാരണം എന്ന് പറയുന്നത്. രണ്ടാമത് റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെസ്സാണ്.
എന്ന് നമുക്കറിയാം. എല്ലാവരും ബിസി ലൈഫാണ്, പലർക്കും പല ഏർപ്പാടുകളും, പല ബിസിനസ്സുകൾ, പല സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രെസ്സ് കാരണമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള മൗത്ത് അൾസർ റീക്കറൻ്റ് ആയിട്ട് വരും. ഇത് മൗത്ത് അൾസർ മാത്രമല്ല, സ്റ്റൊമക്ക് അൾസറും ഈ പറഞ്ഞതുപോലെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ സ്ട്രെസ്സ് രണ്ട് തരത്തിൽ. ഒന്ന് ഫിസിക്കൽ സ്ട്രെസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രോണിക് ആയിട്ട് അങ്ങനെ ഉണ്ടാകാറില്ല. കാരണം ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്രഷ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇഞ്ചുറി സംഭവിക്കുക, അപ്പോൾ ഒരു ബ്ലീഡിങ് വരും, നല്ല പെയിൻഫുൾ ആയിരിക്കും. പിന്നീട് അത് കാരണത്താൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, നല്ല പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. അങ്ങനെ ഒരു ഫിസിക്കൽ ആക്ഷൻ കാരണമായിട്ട് പലപ്പോഴും ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട്, അതേപോലെ നമ്മൾ എന്തെങ്കിലും ടൂത്ത് പിക്ക് എടുത്തിട്ട് എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ എടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെയുള്ള എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അൾസർ ഫോം ചെയ്യും. അപ്പോൾ എസ്പെഷ്യലി ഇത് കൂടുതലായിട്ട് കണ്ടുവരിക ചെറിയ കുട്ടികൾ, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യാത്ത ആളുകൾക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള ഉണ്ടാകാറുണ്ട്. പക്ഷെ അതേസമയം മെൻ്റൽ സ്ട്രെസ്സ് കാരണം ഒരു മാനസികമായിട്ട് ഉറക്കം ശരിയായ രീതിയിൽ ലഭിക്കുന്നില്ല, ഒരു കാംനെസ് കിട്ടുന്നില്ല, അങ്ങനെയുള്ള ഒരു ഡിസ്റ്റർബൻസ് മൈൻഡിൽ എപ്പോഴും ഉണ്ട് എങ്കിൽ ഈ പറഞ്ഞതുപോലെ സ്ട്രെസ്സ് കാരണമായിട്ട് ഈ പറഞ്ഞ നമ്മുടെ മൗത്ത് അൾസർ വീണ്ടും റീക്കറൻ്റ് ആയിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മൗത്ത് അൾസറിൻ്റെ കേസിൽ മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഗ്യാസ്ട്രിക്കിൻ്റെ അൾസറും കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ സ്ട്രെസ്സ് എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ മനസ്സ് എപ്പോഴും. അപ്പോൾ അതിനുവേണ്ടി മെഡിറ്റേഷനോ യോഗ പോലെയുള്ള എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റികളും മെൻ്റൽ ആക്ടിവിറ്റികളൊക്കെ എപ്പോഴും എൻഗേജ് ആവാൻ ശ്രദ്ധിക്കാൻ, സ്ട്രെസ്സ് കുറക്കാൻ നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. മൂന്നാമതൊരു റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ GI എന്തെങ്കിലും, അതായത് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്ട്. നമുക്കറിയാം നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ ഭക്ഷണം എത്തുന്ന ആദ്യത്തെ പാർട്ടാണ് മൗത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ മൗത്തിലുള്ള വായിലുള്ള വിഷയമാണ് നമ്മൾ പറഞ്ഞത്, അവിടെയുള്ള അൾസറിൻ്റെ വിഷയമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭക്ഷണം കടന്നു പോകുന്ന ഒരു പാത്ത് വേ ഉണ്ട്, നമ്മുടെ ഒരു ഈസോഫാക്സ് ഭക്ഷണം കടന്നു പോകുന്ന കുഴൽ, പിന്നെ സ്റ്റൊമക്ക്, വയറ് കഴിഞ്ഞാൽ ചെറുകുടൽ കഴിഞ്ഞാൽ വൻകുടൽ. ആ ഒരു പാത്ത് വേയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്, അതിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു അടയാളമായിട്ട് പല ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെയുള്ള മൗത്ത് അൾസർ കാണാറുണ്ട്. എസ്പെഷ്യലി ഗ്യാസ് കൂടുതലായിട്ടുള്ളവർക്ക്, ആസിഡിറ്റി കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ റിഗറിറ്റേഷൻ എന്ന് പറയും. അതായത് ശരിയായ രീതിയിൽ ഈസോഫാഗസിൻ്റെ ഭാഗത്തേക്ക്, അതായത് നമ്മുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം എത്തൽ എവിടേക്കാണ്, സ്റ്റൊമക്കിലേക്കാണ്. അപ്പോൾ അതിനുള്ളിൽ ആസിഡും മറ്റു ദഹിക്കാനുള്ള രസങ്ങളെല്ലാം കൂടി ചേരുമ്പോൾ അതെന്ത് ചെയ്യും, റിട്ടേൺ ആയിട്ട് നമ്മുടെ ഒരു ഭക്ഷണം ഇറങ്ങുന്ന ഒരു കുഴലുണ്ട് ഈസോഫാഗസ്, ആ ഒരു കുഴലിലേക്ക് തിരിച്ചെന്ത് ചെയ്യും, തെറിച്ചു പോകും. നമ്മൾ ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് കിടന്നാൽ, എന്തെങ്കിലും കൂടുതൽ ആക്ടിവിറ്റീസിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യും, അതായത് വയറ്റിലുള്ള ആസിഡ് എന്ത് ചെയ്യും, മുകളിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണമായിട്ട് ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട്, ഈ ഈസോഫാഗസും അതേപോലെ മൗത്തിലൊക്കെ അൾസർ ഫോം ചെയ്യാൻ ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ ക്രോൺസ് ഡിസീസ്, നമ്മുടെ ചെറുകുടലും വൻകുടലിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇൻഫ്ലമേഷൻസ്, സിബോ പോലെയുള്ള കേസുകൾ, അതുപോലെ സിഫോ പോലെയുള്ള കേസുകൾ, സ്മോൾ ഇൻറ്റെസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത്, അതുപോലെ സ്മോൾ ഇൻറ്റെസ്റ്റൈനൽ ഫംഗൽ ഓവർ ഗ്രോത്ത് എന്നൊക്കെ പറയും. അപ്പോൾ അവിടുത്തെ ഒരു അബ്നോർമാലിറ്റി വന്നു കഴിഞ്ഞാൽ, അവിടെ ഒരു നോർമൽ സിറ്റുവേഷൻ, അതിനെന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും അവിടെ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സിമ്പലായിട്ട് പലപ്പോഴും ചില ആളുകൾക്ക് ഈ പറഞ്ഞ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ അവർക്ക് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാണുക, അതായത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വയറുവേദന വരിക, അല്ലെങ്കിൽ ചില സമയത്ത് കോൺസ്റ്റിപ്പേഷൻ വരിക, അല്ലെങ്കിൽ നന്നായിട്ട് ലൂസ് മോഷൻ വരിക, വോമിറ്റിംഗ് നന്നായിട്ട് വരിക, വോമിറ്റിംഗ് ടെൻഡൻസി ഇങ്ങനെ ഫീൽ ചെയ്യുക, അതേപോലെ തന്നെ മൈഗ്രെയിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, ഹെഡ് ഏക്ക് പ്രശ്നങ്ങളൊക്കെ അങ്ങനെയുള്ളതൊക്കെ കാണാൻ കഴിയും. അപ്പോൾ അതൊരു GI ട്രാക്ട്, അതായത് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റിൽ ഭക്ഷണം കടന്നു പോകുന്ന ആ ഒരു വൻകുടൽ, ചെറുകുടൽ, വയറ്, അങ്ങനെ എല്ലാத்தைയും കൂടി അവിടുത്തെ ആ ഒരു എൻവയോൺമെൻറ്റ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ, അവിടെയുള്ള ഒരു അബ്നോർമാലിറ്റി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ വായിൽ എന്തുണ്ടാകും, ചെറിയ രൂപത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞിട്ടുള്ള അൾസർ ഇങ്ങനെ ഫോം ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. കൂടുതൽ ആളുകൾ ഇന്ന് സ്പൈസി ഡയറ്റ് എടുക്കുന്നവരാണ്, ഒരു ശരിയായ രീതിയിൽ ഉറക്കമില്ല, നല്ല ബിസി ലൈഫുള്ളവരാണ്. അതുകൊണ്ട് തന്നെ GI ട്രാക്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ട്രാക്ട്, അത് കൂടുതൽ ആളുകൾക്കും ഇൻഫ്ലമേറ്ററി കണ്ടീഷനിലാണ് ഇന്ന് ഉള്ളത്. അതുകൊണ്ടാണ് ഡയബറ്റിക് കൂടാനുള്ള കാരണം, ഫാറ്റ് കൂടാനുള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആളുകളുടെ ഒരു മെയിൻ റീസൺ, ഇതിന് വരാനുള്ള ഒരു റീസൺ കൂടെ, ഒട്ടുമിക്ക ആളുകൾക്കും ഈ മൗത്ത് അൾസർ വരാനുള്ളൊരു പ്രധാന റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് ഈ പറഞ്ഞ GI ഇഷ്യൂസാണ്. ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്റ്റിൽ വരുന്ന എന്തെങ്കിലും ഇഷ്യൂസ്, അബ്നോർമാലിറ്റിയിൽ വരുന്ന ഒരു ചെറിയൊരു സിമ്പിളാണ് ഈ പറഞ്ഞിട്ടുള്ള മൗത്ത് അൾസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നീട് മറ്റൊരു കാര്യമാണ് ഹോർമോൺ റിലേറ്റഡ് ആയിട്ട്. ഹോർമോൺ റിലേറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും, അതൊരു
കൂടുതൽ സ്ത്രീകളിലാണ് ഉണ്ടാകാറ്. ഒരു പീരീഡ്സിൻ്റെ സമയത്ത് ഈ എല്ലാ ആളുകൾക്കും ഉണ്ടാകണമെന്നില്ല. അത് ചില സ്ത്രീകൾക്ക് മാത്രമേ. ഇറ്റ് ഡിപ്പെൻഡ്സ് പേഴ്സണാലിറ്റി. വ്യക്തികളെ ഡിപ്പെൻഡ്, ആ വ്യക്തിയുടെ ബോഡി ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹോർമോണിൽ ചെറിയ മാറ്റങ്ങൾ വേരിയേഷൻ വരുമ്പോൾ ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞ ആ ഒരു സമയത്ത് ഈ പറഞ്ഞതുപോലെയുള്ള മൗത്ത് അൾസർ ഫോം ചെയ്യാറുണ്ട്. അപ്പോൾ അതും എന്ത് ചെയ്യുക, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഹോർമോൺ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ, പീരീഡ്സ് നോർമലാണോ, വേറെ എന്തെങ്കിലും PCOD പോലെ PCOS പോലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെന്ത് ചെയ്യുക, നമ്മൾ പരിഗണിക്കാൻ ശ്രദ്ധിക്കുക. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെയുണ്ട്. അതൊന്നാണ്, ചില ഫുഡുകൾ നമുക്ക് പറ്റില്ല. ട്രിഗറിങ് ഫുഡുകൾ ഉണ്ടായിരിക്കും. അതായത് ചില ആളുകൾ ചെമ്മീൻ കൂടുതൽ കഴിച്ചാൽ വായ്പുണ്ണ് വരിക, അങ്ങനെ പലപ്പോഴും പറയാറുണ്ട്. എന്തെങ്കിലും പുളിയുള്ളത്, എന്തെങ്കിലും നാരങ്ങയോ അല്ലെങ്കിൽ ഓറഞ്ചൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പുണ്ണ് വരുന്ന ചില ആളുകൾ വളരെ റയറാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും സുർക്കയിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കഴിച്ചാൽ ഈ പറഞ്ഞതുപോലെ പുണ്ണ് കൂടുതലായിട്ട് ഉണ്ടാകുന്ന ആളുകൾ പലപ്പോഴും പരാതി പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രിഗറിങ് ഫുഡുകളുണ്ട്. എന്തെങ്കിലും ചിക്കനൊക്കെ കൂടുതലൊക്കെ കഴിച്ചാൽ, അല്ലെങ്കിൽ സ്പെഷ്യലി ചിലപ്പോൾ ചിക്കനൊക്കെ വറുത്തിട്ടോ പൊരിച്ചിട്ടൊക്കെ കൂടുതൽ ഡ്രൈ ആയിട്ടൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു ട്രിഗറിങ് ഫാക്ടർ ഉണ്ടായിരിക്കും. അതേപോലെ സ്മോക്കിംഗ് കൂടുതലായിട്ട് ആൽക്കഹോളൊക്കെ എടുക്കുന്ന ആളുകൾക്ക്. അപ്പോൾ എന്തെങ്കിലും ഒരു ട്രിഗറിങ് ഫാക്ടർ കാരണമായിട്ട് എന്ത് ചെയ്യും, ഈ നോർമലായിട്ടുള്ള ഒരു എപ്പിത്തീലിയൽ ലെയർ, അതായത് നമ്മുടെ വായുടെ പുറത്തുള്ള ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിലുണ്ടല്ലോ, അത് ആ എപ്പിത്തീലിയൽ ലെയറിന് ഒരു ട്രിഗറിങ് വരുമ്പോൾ അവിടെ ചെറിയ ഇൻഫ്ലമേഷൻ വന്നിട്ട് ഈ പറഞ്ഞതുപോലെ അൾസർ ഫോം ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഭക്ഷണങ്ങൾ ഏതെങ്കിലും ബാധിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഭക്ഷണങ്ങൾ, സ്പെസിഫിക് ആയിട്ടൊരു ഫുഡ് ഇതിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അതിനെ മാറ്റി നിർത്താൻ ശ്രദ്ധിക്കാം. പിന്നെ മറ്റേറ്റവും ലാസ്റ്റ് റയറായിട്ട് കാണുന്നൊരു സംഗതിയാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി. അഥവാ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സെല്ലുകളുണ്ട്, നമ്മുടെ ശരീരം സംരക്ഷിക്കുന്ന എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഈ കോശങ്ങളായിരിക്കും എന്ത് ചെയ്യൽ, അത് ഇല്ലാണ്ടാക്കൽ. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നാൽ, അതുപോലെ വൈറൽ ഇൻഫെക്ഷൻ വന്നാൽ, ഏത് ഇൻഫെക്ഷൻ വന്നാലും. അപ്പോൾ ചില കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോശങ്ങൾ തന്നെ നമ്മുടെ ശരീരത്തെ തന്നെ ആക്രമിക്കുന്ന ഒരു സംവിധാനം, അല്ലെങ്കിൽ ചില കണ്ടീഷൻ ഉണ്ടാകും. അപ്പോൾ അതാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി. സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ വളരെ റയറാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ പറഞ്ഞതുപോലെയുള്ള മൗത്ത് അൾസർ റീക്കറൻ്റ് ആയിട്ട് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇനി മറ്റൊരു കാര്യം കൂടി മൗത്ത് അൾസറുമായിട്ട് ചേർത്ത് പറയേണ്ടതാണ്. മൗത്ത് അൾസറും അതിൽ ചേർത്ത് പലപ്പോഴും നമ്മൾ പറയുന്നതാണ് ഗ്യാസ്ട്രിക് അൾസർ, വയറ്റിലുണ്ടാകുന്ന പുണ്ണ്, വായപ്പുണ്ണും വയറ്റിൽ പുണ്ണും. ഇത് എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ, ഇതെന്തെങ്കിലും തമ്മിലൊരു കണക്ഷൻ ഉണ്ടോ എന്നുള്ളത്. ആക്ച്വലി ഇതൊരു ഡയറക്റ്റ് കണക്ഷന് 100% നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു ഇൻഡയറക്റ്റ് കണക്ഷൻ ഉണ്ട് എന്ന് തന്നെ പറയാം. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള രണ്ട് ഭാഗത്തും ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അതേപോലെ കൂടുതൽ ഒരു സിസ്റ്റമിക് റീസൺ കാരണം കൊണ്ട്, മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണം കൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ മൗത്ത് അൾസർ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ അതേ സമയത്ത് തന്നെ ഗ്യാസ്ട്രിക്കിൽ എന്തുണ്ടാകാൻ ചാൻസ് ഉണ്ട്, ഈ പറഞ്ഞതുപോലെ ഗ്യാസ്ട്രിക് അൾസർ ഉണ്ടാകാൻ ചാൻസസ് വളരെ കൂടുതലുണ്ട്. എസ്പെഷ്യലി പറഞ്ഞതുപോലെ ആൻട്രൽ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകുന്ന കണ്ടീഷൻ, അതായത് വയറ്റിൽ കൂടുതലായിട്ട് എന്തെങ്കിലും എച്ച് പൈലോറിക് ഇൻഫെക്ഷൻ വന്നിട്ട് അങ്ങനെ അൾസർ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിണിത ഫലമായിട്ട് അതിൻ്റെ കൂടെ തന്നെ എന്തുണ്ടാകും, ഈ പറഞ്ഞ പോലെ മൗത്തിലും വായിലും അൾസർ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകാറുണ്ട്. അതേപോലെ ചില മരുന്നുകളൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ NSAIDs പോലെയുള്ള നോൺ സ്റ്റീറോയിഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, ഇതൊക്കെ കൂടുതലായിട്ട് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉള്ള അതേപോലെ തന്നെ മൗത്തിലും അൾസർ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഡ്രഗ്സ് കാരണമായിട്ട് ഈ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത് ഡയറക്റ്റ് ഉണ്ട് എന്ന് പറയില്ല, പക്ഷെ എന്നാലും എന്തുണ്ട്, ഇപ്പോൾ തമ്മിലൊരു ബന്ധം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ റിക്കറൻ്റ് ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൗത്തിൽ അൾസർ വരുന്നുണ്ടെങ്കിൽ ദർ ഇസ് എ ചാൻസ്, അവിടെ ഒരു ചാൻസസ് ഉണ്ട് വയറ്റിലും എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെന്ന്. മോസ്റ്റ്ലി വരുന്ന കേസുകൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി മൈഗ്രെയിൻ റിലേറ്റഡ് ആയ കേസുകൾ, മൗത്ത് അൾസറിൻ്റെ കേസുകൾ വരുമ്പോൾ, അതേപോലെ തന്നെ വയറ്റിന് അൾസർ കേസുകൾ, പൈൽസിൻ്റെ കേസുകൾ, ക്രോൺസ് ഡിസീസ്, നേരത്തെ പറഞ്ഞ പോലെ സിബോ പോലെയുള്ളത്, അങ്ങനെ സീലിക് ഡിസീസിൻ്റെ കേസുകൾ. അപ്പോൾ ഇതിലൊക്കെ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ ഇൻഫെക്ഷനൊക്കെ വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ പലപ്പോഴും ഗ്യാസ്ട്രിക്കിലും അൾസർ ഉണ്ടാകാറുണ്ട്, അതേപോലെ മൗത്തിലും അൾസർ ഉണ്ടാകാറുണ്ട്. അപ്പോൾ മൗത്ത് അൾസർ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം, വയറ്റിൽ മറ്റുള്ള സ്ഥലത്ത് ഇപ്പോൾ പൈൽസ് ഉണ്ടോ നോക്കണം, മൈഗ്രെയിൻ്റെ ഇഷ്യൂസ് ഉണ്ടോ നോക്കണം, മുടികൊഴിച്ചിലുണ്ടോ നോക്കണം, ബാക്ക് പെയിൻ ഉണ്ടോ നോക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള റീസൺസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നും കൂടി പരിശോധിക്കൽ നിർബന്ധമാണ്. കാരണം ഇവ തമ്മിൽ ഒരു ഇൻഡയറക്റ്റോ ഡയറക്റ്റോ അല്ലാത്ത ഒരു കണക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്.
ഇത് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ, അൾസർ കൂടുതലായി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാകുമെന്ന് പലപ്പോഴും ഉണ്ടായിരിക്കും. ഇത് ഇടയ്ക്കിടയ്ക്ക് തന്നെ വരുന്നതാണല്ലോ. അപ്പോൾ ഇത് കൂടുതലായി കഴിഞ്ഞാൽ ഇതിൽ പ്രശ്നങ്ങളുണ്ടാകുന്നല്ലോ. കൂടുതലായി വന്നു കഴിഞ്ഞാൽ ബ്ലീഡിങ് ചില ആളുകൾക്ക് ഉണ്ടായിരിക്കും. നന്നായിട്ട് ബ്ലീഡിങ് വരിക, വൊമിറ്റിങ് ചെയ്യുന്ന സമയത്ത്, എസ്പെഷ്യലി വയറ്റിലൊക്കെ അൾസർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വൊമിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എന്തുണ്ടായിരിക്കും, ബ്ലഡിൻ്റെ അംശങ്ങൾ കാണാൻ കഴിയും. പിന്നെ അതേപോലെ വയറ്റിൽ നിന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ ശോധനയൊക്കെ എന്താണ് മലത്തിൽ എന്തുണ്ടായിരിക്കും, ബ്ലഡിൻ്റെ അംശങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ചില അതൊക്കെ ക്രോണിക് കണ്ടീഷനിലേക്ക് ആയിരിക്കും. അപ്പോൾ സിവിയർ അബ്ഡോമിനൽ പെയിനും ഭയങ്കര ക്ഷീണവും HBയുടെ കുറവും എല്ലാ പ്രയാസങ്ങളും അതുമായി ബന്ധപ്പെട്ടൊക്കെ വരും. അപ്പോൾ അത് നമ്മൾ നോക്കണം. അതേ സിംറ്റം തന്നെ പൈൽസിലും ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതെല്ലതും എന്താണ്, ഒരു ലിങ്കിങ് കണക്ഷൻ ഉണ്ട്. അപ്പോൾ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് മൗത്ത് അൾസർ എന്നുള്ളത് എന്ത് ചെയ്യണം, ഒരു സിമ്പിളായിട്ട് ഒഴിവാക്കേണ്ട സംഗതിയല്ല. അതിന് മറ്റെന്തെങ്കിലും റീസൺസ് ഉണ്ടോ, ഇത് എൻ്റെ അബ്ഡോമിനൽ ഹെൽത്ത് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ഹെൽത്ത് പ്രോപ്പറാണോ നോർമലാണോ എന്നുള്ളത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഇനി ഇതിനെന്തൊക്കെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് 100% ഒഴിവാക്കണം. നന്നായിട്ട് ഉറങ്ങുക. രണ്ട് കാര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് സ്ട്രെസ് ഉണ്ടാവില്ല. നമുക്ക് ക്ലിനിക്കിൽ വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് പാസ്റ്റ് വിഷയം എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് എന്ത് ചെയ്യും, സ്ട്രെസ് ഉണ്ടാകും. അല്ലെങ്കിൽ ഫ്യൂച്ചർ ആലോചിച്ചിട്ട് പലപ്പോഴും ടെൻഷനാകും. എന്തെങ്കിലും ഭാവിയിൽ നാളെ എന്താകും, അല്ലെങ്കിൽ ഇത്ര വർഷം കഴിഞ്ഞാൽ എന്താകും, അങ്ങനെയുള്ളൊരു ചിന്തകളാണ് ഉണ്ടാവില്ല. പക്ഷെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ലൈഫ് എന്നുള്ളത് അതിൻ്റെ പ്രസൻറ്റ് ലെവലിൽ മാത്രമാണ് ലൈഫ് ഉള്ളത്. അപ്പോൾ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും, പാസ്റ്റ് ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ആലോചിച്ചിട്ടോ പ്രസൻറ്റിനെ നഷ്ടപ്പെടുത്തി കളയും. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. പ്രസൻറ്റ് കണ്ടീഷനിൽ നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ട്രെസ്സിന് സ്ഥാനമില്ല. അപ്പോൾ നമ്മൾ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥതകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അത് പരിഗണിച്ചിട്ട് അല്ലാത്തത് ഒഴിവാക്കുക തന്നെ ചെയ്യണം. അതിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു പല അസുഖങ്ങളും ശാരീരികമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ നിർബന്ധമായിട്ട് അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, നല്ല ബാലൻസ്ഡ് ഡയറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിൽ എന്താണ്, നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റ്, അതായത് വൈറ്റമിൻസും മിനറൽസും ഫൈബേഴ്സും എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഡയറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മൾ ഇന്ന് എടുക്കുമ്പോൾ ഒരുപാട് കാർബോഹൈഡ്രേറ്റ്, വലിയ അളവിൽ ചോറും കുറഞ്ഞ അളവിൽ ചിലപ്പോൾ പ്രോട്ടീൻ ഉണ്ടായിരിക്കാം. ഒരു കഷ്ണം മീനോ അല്ലെങ്കിൽ ഇറച്ചിയുടെ പീസോ അല്ലെങ്കിൽ മുട്ടയുടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പീസൊക്കെ അത് ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ ചിലപ്പോൾ ഫൈബേഴ്സ് ഉണ്ടെങ്കിൽ ഉണ്ട് എന്നുള്ള രീതിയിലായിരിക്കും അതുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊരു ഇംബാലൻസ്ഡ് ഡയറ്റാണ്, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റ് അല്ല. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, ഭക്ഷണത്തിൽ ഫൈബർ ഉണ്ടെന്നും പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസൊക്കെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ അങ്ങനെ ഉറപ്പ് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ ഡെഫിഷ്യൻസി റിലേറ്റഡ് ആയിട്ടുള്ള വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് അല്ലെങ്കിൽ അയണിൻ്റെ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ഭക്ഷണം തന്നെ നല്ല രീതിയിൽ ചീരൊക്കെ നന്നായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അയണിൻ്റെ അളവൊക്കെ നന്നായിട്ട് കൂടും. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ക്രമീകരിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ അസുഖങ്ങൾ മാറ്റാൻ കഴിയും. അപ്പോൾ എപ്പോഴും ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അതേസമയം ഭക്ഷണത്തിൻ്റെ അതിൻ്റെ കാറ്റഗറിയിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഈ ട്രിഗറിങ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ഫുഡ് കഴിക്കുമ്പോൾ അൾസർ കൂടുതൽ ഫോം ചെയ്യുക. നേരത്തെ പറഞ്ഞത് ചെമ്മീനൊക്കെ അതിൽ മിക്ക ആളുകൾക്കും ഉണ്ടാകാറുള്ള സംഗതിയാണ്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഗതി ഈ അൾസർ ഉണ്ടാക്കാൻ ഒരു കാരണമായിട്ടുള്ള ഒരു ഡയറ്റ്, നമ്മുടെ ഒരു ഭക്ഷണം നമ്മുടെ ഈ ഒരു പ്ലേറ്റിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അത് മാറ്റി വെക്കണം. അപ്പോൾ ചെമ്മീൻ്റെ അതേപോലെ തന്നെ അയല ചില ആളുകൾക്ക് ഇതേപോലെ ഇഷ്യൂസ് ഉണ്ടാക്കുക, നെഞ്ചരിച്ചിലും ഗ്യാസ് അൾസറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അത് മാറ്റി വെക്കണം. പിന്നെ മറ്റൊന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വായിലൊക്കെ മുറി വന്നാൽ ചെറിയ ഇളം ചൂട് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യണം, കവിൾ കൊള്ളാൻ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക. അത് ദിവസം ഒരു 3, 4, 5 ഇടപെട്ടിട്ട് എന്ത് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. അതേപോലെ എരിവും കൂടുതൽ സുർക്കയിലിട്ടൊക്കെ എന്ത് ചെയ്യുക, ഉപ്പിലിട്ടൊക്കെ അതൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണത്തിൽ നെല്ലിക്ക നന്നായിട്ട് കഴിക്കണം, വളരെ നല്ലതാണ്. നല്ല നെല്ലിക്ക എന്ത് ചെയ്യുക, ദിവസം 1, 3 വെച്ചിട്ട് എന്ത് ചെയ്യുക, കഴിക്കുക. അത് ഉപ്പിലിട്ടാകാൻ ശ്രദ്ധിക്കരുത്. സുർക്കയിലൊന്നും ഇടാത്ത നോർമലി എന്നുള്ള നെല്ലിക്കനെ എന്ത് ചെയ്യുക, കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഭക്ഷണത്തിൽ നെല്ലിക്ക ഉൾപ്പെടുത്തുക. അതേപോലെ അനാറാണ്, മാതളപ്പഴം, അതൊക്കെ ഭക്ഷണത്തിൽ എന്ത് ഉൾപ്പെടുത്തുക. അതേപോലെ അയൺ കൂടാനും അതേപോലെ ഈ ഒരു പെട്ടെന്ന് മുറിവ് ഉണങ്ങാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതേപോലെ ആ മുറിവ് കൂടുതലായിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് എന്ത് ചെയ്യാം, തേൻ അപ്ലൈ ചെയ്യുന്നത്, കുറച്ച് തേൻ എടുത്തിട്ട് എന്ത് ചെയ്യുക, അവിടെ പുരട്ടി കൊടുക്കുന്ന മുറിവ് പെട്ടെന്ന് ഉണങ്ങാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണ്. ഇനി ചില ആളുകൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഡോക്ടർ ഇതൊരു ക്യാൻസർ ആണോ, ഇത് വലിയ പ്രശ്നങ്ങളാവണോ എന്നുള്ള പലപ്പോഴും പല ഡൗട്ടിൽ വരുന്നതാണ്. നമ്മൾ എന്തൊരു ചെറിയൊരു ക്ഷീണം വന്നാലും നമ്മൾ ആദ്യം കണക്ട് ചെയ്യൽ എന്താണ്, ക്യാൻസർ ആണോ
അല്ലെങ്കിൽ ഏതും അങ്ങനെ എന്തെങ്കിലും ഒരു ക്രോണിക് എത്രയും സിവിയാരിറ്റിയുള്ള സംഗതി ആണോ എന്നുള്ളത് നമ്മൾ ആദ്യം ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ ഇത് ക്യാൻസർ ആണോ ഡോക്ടറെ എന്നുള്ള പലപ്പോഴും ഡൗട്ട്സ് ഉള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവരോട് പറയാനുള്ളത്, ഇത് ക്യാൻസർ ആകുന്ന സമയത്ത് മറ്റു പല അസുഖങ്ങളും അല്ലെങ്കിൽ മറ്റു പല സൈനുകൾ പലപ്പോഴും ഉണ്ടായിരിക്കും. അതായത് വെയിറ്റ് നല്ലോണം കുറയുക, നല്ലോണം ക്ഷീണം വരിക, വയറ്റിലൊരു ഹെവിനെസ് പോലെ എന്തെങ്കിലും ഉരുണ്ട് കയറുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഒരു വിശപ്പില്ലാത്തൊരവസ്ഥ, അങ്ങനെയുള്ള ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനിയൊക്കെ ഇങ്ങനെ വന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ ഒന്നുണ്ടായിരിക്കും എന്തെങ്കിലും കയലവീക്കങ്ങളൊക്കെ ഉണ്ടായിരിക്കും, കഴുത്തിയുടെ ഭാഗത്തോ അല്ലെങ്കിൽ നമ്മുടെ തോളിൻ്റെ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കയലവീക്കങ്ങളൊക്കെ ഉണ്ട് അത് ഈ പറഞ്ഞതുപോലെ അൾസറിലേക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാ അൾസറും എന്തല്ല ഈ പറഞ്ഞതുപോലെ ക്യാൻസറിൻ്റെ സിംറ്റം ഒന്നുമല്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ കൊണ്ട് ഒരുപാട് റീസണുകളുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ആ കാരണം എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിന് ട്രീറ്റ് ചെയ്യൽ നിർബന്ധമാണ്. ഈ ഒരു മൗത്ത് അൾസർ എന്നുള്ളത് ഒരു അടയാളം മാത്രമാണ്. ചിലപ്പോൾ നമ്മുടെ വയറ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ദഹനത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിസ്റ്റമിക് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കും, ചിലപ്പോൾ ക്യാൻസറസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും, ചിലപ്പോൾ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വന്നതായിരിക്കും. അപ്പോൾ എന്താണ് ഫാക്ടർ, എന്താണ് റീസൺ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അത് 100% അത് കംപ്ലീറ്റ് ആയിട്ട് മാറും. അതിൽ യാതൊരു സംശയം വേണ്ടതില്ല. അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, ഇതിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ചോദിക്കണം എന്നൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക് യു.